നമസ്കാരം. പുതിയൊരു മാസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് എവരും. ഇന്ന് മാർച്ച് 1. മാർച്ച് മാസവുമായി ബന്ധപ്പെട്ട തൊടുകുറിയാണ് ഇവിടെ പരാമർശിക്കാനായി പോകുന്നത്. മാർച്ച് മാസവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതായ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ഈ തൊടുകുറിയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. അതിനായി ഏവരും തന്നിരിക്കുന്നതായ ഈ 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. ആദ്യത്തേതായ ചിത്രം പരമശിവനോടൊപ്പമുള്ള ഗണപതി ഭഗവാന്റെ ചിത്രമാണ്. രണ്ടാമത്തേതായ ചിത്രം ശ്രീകൃഷ്ണ ഭഗവാനോടൊപ്പമുള്ള ഗണപതി ഭഗവാന്റെ ചിത്രമാണ്. ഈ 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഈ മാസം അനുകൂലമായി തീരണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. അതിനു മുന്നോടിയായി ഏവരും ഇഷ്ടദേവതയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഈ മാസം ഏറ്റവും അനുകൂലമായി തീരണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഇഷ്ടദേവതയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. വളരെ പ്രതീക്ഷകൾ നിറഞ്ഞ ഒരു മാസം തന്നെയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മാർച്ച് മാസം. ശുഭകരമായ ചില കാര്യങ്ങൾ ഈ മാസം നടക്കണം എന്ന് അതിയായി ആഗ്രഹിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ. മാർച്ച് മാസവുമായി ബന്ധപ്പെട്ട് അത്തരത്തിൽ അനുകൂലമായ പല കാര്യങ്ങളും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. എന്നാൽ ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളുമുണ്ട്. ധനനഷ്ടം നിങ്ങൾക്ക് സംഭവിക്കാനുള്ള സാധ്യതകൾ അല്പം കൂടുതലാണ്. ധനപരമായ ചില പ്രയാസങ്ങൾ അനുഭവപ്പെട്ടു എന്ന് വരാം. ധനം നൽകിയതായ ധനം, മറ്റുള്ളവർക്ക് നൽകിയതായ ധനം തിരികെ ലഭിക്കാനുള്ള സാധ്യതകൾ ഈ മാസം അല്പം കുറവാണ്. അല്ലെങ്കിൽ അല്പം കൂടി നീണ്ടു പോകുവാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അല്പം കൂടി ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ വാങ്ങിയതായ ധനമാണ് എങ്കിലും ഈ മാസം തിരികെ നൽകുവാൻ അല്പം പ്രയാസപ്പെടുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. അത് അപമാനത്തിനോ മാനഹാനിക്കോ കാരണമായി തീരാം. അതിനാൽ അത്തരം കാര്യങ്ങളിൽ അല്പം കൂടി ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഈ സമയം ചെലവ് അല്പം നിയന്ത്രിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ അതിൽ വിജയം കാണാം. വരുമാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീരുന്ന സാഹചര്യം തന്നെയാണ് ഉള്ളത്. എന്നാൽ മനക്ലേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകുവാൻ സഹായകരമായ ചില പ്രവൃത്തികൾ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കും. കുടുംബത്തിൽ ഉള്ളതായ എന്നാൽ ഒഴിവാക്കേണ്ടതായ ചില കാര്യങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കുന്നതായ സമയം കൂടിയാണ് ഇത്. പ്രത്യേകിച്ചും കലഹങ്ങൾ ഒഴിവാക്കുവാൻ സാധിച്ചു എന്ന് വരാം. പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. എന്നാൽ ചില വ്യക്തികളെ മാത്രം വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നത് തിരിച്ചടികൾക്ക് കാരണമായി തീരാം. അതിനാൽ അത്തരം കാര്യങ്ങളിലും ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടതായിട്ടുണ്ട്. ചില കാര്യങ്ങൾ നല്ലത് ആഗ്രഹിച്ച് ചെയ്താലും ചില വിഷമകരമായ കാര്യങ്ങൾ അവരുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം. അതിനാൽ അർഹിക്കുന്നതായ സഹായമാണ് നൽകേണ്ടത് എന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കണം. അർഹിക്കുന്ന വ്യക്തികൾക്ക് നൽകുക. പൊതുപ്രവർത്തകരുമായി ബന്ധപ്പെട്ട് അനുകൂലമായ സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. 3 തവണ ആലോചിക്കാതെ ഏത് കാര്യവുമായി ബന്ധപ്പെട്ടും മുന്നോട്ട് പോകാതിരിക്കുന്നതാണ് ഉത്തമം. 3 വട്ടം ആലോചിച്ചതിന് ശേഷം മാത്രം മുന്നോട്ട് പോവുക. കൂടാതെ അപ്രതീക്ഷിതമായ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ്. അത് ഗുണകരമായ കാര്യങ്ങളായി മാറും എന്ന കാര്യവും പ്രത്യേകം ഓർക്കണം. ആഗ്രഹ സാഫല്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതാണ്. കാര്യ തടസ്സങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകന്ന് പോകുന്ന, കാര്യവിജയങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ കടന്നു വരും. അംഗീകാരങ്ങൾ നിങ്ങൾക്ക് പല കാര്യങ്ങളിലും നേടിയെടുക്കുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം ബിസിനസ് പരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതായ സാഹചര്യങ്ങളും വന്നു ചേരാം. വരുമാനവുമായി ബന്ധപ്പെട്ട് ഒന്നിലധികം ധനസ്രോതസ്സുകളിൽ നിന്നും ധനം വന്നു ചേരുകയോ
സഹായധനമാണ് എങ്കിലും ലഭിക്കാനുള്ള സാധ്യതകളും അല്പം കൂടുതൽ തന്നെയാണ്. നേരായ വഴിയിലൂടെ ധനം സമ്പാദിക്കുവാൻ സാധിക്കുന്ന മാസമായി തന്നെ മാർച്ച് മാസം മാറാവുന്നതുമാണ്. എന്നാൽ ശത്രുക്കളുമായി ബന്ധപ്പെട്ട് ചില തിരിച്ചടികൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ശത്രുദോഷം വർദ്ധിക്കാവുന്നതാണ്. അതിനാൽ അത്തരം കാര്യങ്ങളിൽ അല്പം കൂടി ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. ചെയ്യുന്ന പ്രവൃത്തികളിൽ അല്പം കൂടി ശ്രദ്ധ പുലർത്തുക. എന്നാൽ അഭീഷ്ട നേട്ടം സ്വന്തമാക്കുവാൻ സാധിക്കുകയും ആരോഗ്യപരമായി അല്പം ഉയർച്ച നേടുവാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. ചിന്തിച്ച് വളരെയധികം ആലോചിച്ച് ചെയ്യുന്നതായ കാര്യങ്ങളിൽ വിജയങ്ങൾ നേടുവാനുള്ള സാധ്യതകൾ ഈ സമയം അല്പം കൂടുതലാണ്. ധനപരമായ നേട്ടങ്ങൾ, സന്തോഷകരമായ നിമിഷങ്ങൾ, പോസിറ്റീവായ ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകളും കൂടുതലാണ്. പൊതുപ്രവർത്തകർക്കും അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതായ സമയം തന്നെയാകുന്നു. അതിനാൽ ശ്രദ്ധയോടെ തന്നെ നീങ്ങേണ്ടത് അനിവാര്യമാണ്. ചെയ്യുന്ന പ്രവൃത്തികളിൽ എപ്പോഴും ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ഈ മാസം ഇത്തരം കാര്യങ്ങൾ പ്രധാനമായും നിങ്ങൾ ശ്രദ്ധിക്കുക. രണ്ടാമത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. ഗുണദോഷ സമ്മിശ്രമായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതായ ഒരു മാസമാണ്. ചില കാര്യങ്ങളിൽ തടസ്സങ്ങൾ നേരിട്ടു എന്ന് വരാം. ആ പ്രവൃത്തികളിൽ തടസ്സങ്ങൾ നേരിടുന്നതിനാൽ തന്നെ സമയനഷ്ടം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ്. അതിനാൽ പ്രവൃത്തികളിൽ അല്പം കൂടി ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടത് ഈ മാസം അനിവാര്യമാണ്. ഈ സമയം പ്രത്യേകിച്ചും ചില കാര്യങ്ങളിലൂടെ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. ഗുണകരമായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. സഹായം ആവശ്യമുള്ള സമയം തന്നെയാണ് ഇത്. അത് പലവിധ സഹായങ്ങളാകാം. എന്നാൽ അതിൽ ചില സഹായങ്ങൾ നിങ്ങൾ ഇപ്പോൾ ആഗ്രഹിക്കുന്നതായ അനിവാര്യമായ ചില സഹായങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. അത് ബന്ധുക്കളുമായി ബന്ധപ്പെട്ട സഹായമാകാം, അല്ലെങ്കിൽ അത്തരം സഹായങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. ബിസിനസ് പരമായ ചില നേട്ടങ്ങൾ, ലാഭം വർദ്ധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. വിചാരിക്കാതെ തന്നെ പല കാര്യങ്ങളും മുൻപോട്ട് പോകുന്നതായ സാഹചര്യമുണ്ട്. എന്നാൽ വരവും ചെലവും നിയന്ത്രിക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അത്തരം കാര്യങ്ങളിൽ ഒരു പരിധിവരെ വിജയിക്കുവാൻ സാധിക്കും എങ്കിൽ പോലും അത്തരം കാര്യങ്ങൾ അല്പം കൈവിട്ടു പോകുവാനുള്ള സാധ്യതകളുമുണ്ട്. കുടുംബത്തിൽ പങ്കാളിയുമായി അല്പം ശ്രദ്ധ പുലർത്തേണ്ടതായ സമയമാകുന്നു. കാരണം ഈ സമയം പങ്കാളിയുമായി തർക്കങ്ങൾ, അത് ചെറിയ കാര്യങ്ങൾക്കാണ് എങ്കിലും അത്തരം കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. അതിനാൽ ആ കാര്യങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ പല കാര്യങ്ങളിലും കാര്യവിജയങ്ങൾ നേടുവാനും പ്രവൃത്തി ഗുണം ചില കാര്യങ്ങളിൽ വന്നു ചേരുവാനും സാധ്യത കൂടുതലാണ്. വളരെ അനിവാര്യമായതും വാങ്ങാൻ ആഗ്രഹിക്കുന്നതുമായ ചില കാര്യങ്ങൾ, അതിൽ ചിലതെങ്കിലും വാങ്ങുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. ഈ സമയം നിങ്ങൾക്ക് പല കാര്യങ്ങളും പല പ്രവൃത്തികളും പൂർത്തീകരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. വാങ്ങിയതായ കടം, ധനം അത് തിരികെ നൽകുവാൻ, കൃത്യസമയത്ത് നൽകുവാൻ സാധിച്ചില്ല എന്ന് വരാം. തന്മൂലം ചില വിഷമങ്ങൾ, മാനസികപരമായ ക്ലേശങ്ങൾ, അപമാനം നേരിട്ടു എന്ന് വരാം. ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ചില പ്രവൃത്തികളോ സംസാരത്താലോ സുഹൃത്തുക്കൾ പോലും ശത്രുക്കളായി മാറുകയോ ബന്ധുക്കൾ ശത്രുക്കളായി മാറുകയോ ചെയ്യാം. അതിനാൽ സംസാര കാര്യങ്ങളിൽ അല്പം കൂടി ശ്രദ്ധ, മിതത്വം പാലിക്കേണ്ടത് അനിവാര്യമായ ഒരു മാസം തന്നെയാകുന്നു. പ്രതീക്ഷിക്കുന്നതായ ചില കാര്യങ്ങൾ അനുകൂലമാവുകയും അപ്രതീക്ഷിതമായ ലാഭവും പ്രതീക്ഷിക്കാവുന്നതാണ്. എന്നാൽ ചില വ്യക്തികളെ അമിതമായി വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെ അപ്രതീക്ഷിതമായ തിരിച്ചടികൾക്ക് കാരണമായി തീരും. അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ്. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് ചില വിരോധങ്ങൾക്ക് കാരണമാകുന്ന ചില കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. ശത്രുദോഷം വർദ്ധിച്ച് നിൽക്കുന്നതായ ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. അതിനാൽ ചില കാര്യങ്ങളിൽ തടസ്സങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്കെതിരാവുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. അത്തരം കാര്യങ്ങളിൽ അല്പം കൂടി ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടതായിട്ടുണ്ട്. കഠിനാധ്വാനം ചെയ്യുവാനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും.
കഠിനാധ്വാനത്താൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. കാര്യങ്ങൾ നടക്കുവാൻ സാധ്യത കൂടുതലുള്ള സമയം തന്നെയാണ് ഇത്. ആഗ്രഹിച്ചതായ ചില അനുകൂല ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതുമാണ്. എന്നാൽ ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യമാണ്. പ്രധാനമായും നിങ്ങൾക്ക് സ്ഥാനമാനങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ പോലും ജീവിതത്തിലേക്ക് വന്നു ചേരാം. വീട് പണിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. മുൻപ് വിചാരിക്കാത്തതായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കുടുംബത്തിൽ സൗഖ്യം വന്നു ചേരും എങ്കിൽ പോലും ചില വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. കൂടാതെ മുടങ്ങിക്കിടക്കുന്നതായ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പൂർത്തീകരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. എന്നാൽ ചില കാര്യങ്ങൾ നിങ്ങൾ മറ്റുള്ളവർക്ക് ഉപകാരം അല്ലെങ്കിൽ നല്ലത് ആഗ്രഹിച്ചായിരിക്കും ചെയ്യുക. എന്നാൽ അത് നിങ്ങൾക്ക് തിരിച്ചടിക്കുന്നതായ സാഹചര്യം വന്നു ചേരും. ചില വിഷമങ്ങൾക്ക് അത് കാരണമായി തീരും. അതിനാൽ ഏതൊരു കാര്യവും ചെയ്യുമ്പോഴും അതീവ ശ്രദ്ധ പുലർത്തി തന്നെ ചെയ്യുവാൻ പ്രത്യേകം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ മാസം ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. ആരോഗ്യപരമായ കാര്യങ്ങളിലും അല്പം കൂടി ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്.